ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി നവരാത്രി. അപ്പം ഞാൻ പറയാൻ പോകുന്നത് ദേവിയുടെ 6 അംശരൂപങ്ങളെ കുറിച്ചിട്ടാണ്. 6 അംശരൂപങ്ങൾ ഏതൊക്കെയാണ്? ആദിപരാശക്തിയായ സാക്ഷാൽ മഹാമായയ്ക്ക് പഞ്ചദേവി രൂപങ്ങൾ കൂടാതെ 6 അംശരൂപങ്ങൾ കൂടിയുണ്ട്. ഗംഗാദേവി, തുളസി ദേവി, മനസാദേവി, ദേവസേന ദേവി, മംഗളചണ്ഡികാ ദേവി, ഭൂമിദേവി. ഇവയാണ് ആ 6 അംശരൂപങ്ങൾ. അതിൽ ഒന്നാമത്തെ ഗംഗാദേവിയെ കുറിച്ചിട്ട് നോക്കാം. ലക്ഷ്മി, സരസ്വതി ഇവർക്ക് പുറമെ വിഷ്ണു ഭഗവാന്റെ ഭാര്യയായിരുന്നു ഗംഗാദേവിയും. ഗംഗാദേവി സരസ്വതിയെ ശപിച്ച് ഭൂമിയിലെ ഒരു നദിയാക്കി തീർത്തപ്പോൾ സരസ്വതി തിരിച്ചും ഗംഗയെ ശപിച്ചു. ഭൂമിയിൽ കൂടി ഒഴുകി ജനങ്ങളുടെ പാപഭാരം വഹിക്കട്ടെ എന്നായിരുന്നു ഗംഗയ്ക്ക് ലഭിച്ച ശാപം. സരസ്വതിയുടെ ശാപവാക്കുകൾ കേട്ട ഭഗവാൻ വിഷ്ണു ഗംഗാദേവിയെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി ഗംഗ ഭൂമിയിലെ പാപികളുടെ പാപഹാരിണിയായ ഒരു പുണ്യനദിയായി നീ വാഴ്ത്തപ്പെടും. ഭഗീരഥൻ എന്ന രാജർഷി നിന്നെ ഭൂമിയിലേക്ക് കൊണ്ടുപോകും. അവിടെ സമുദ്രത്തിൻ്റെ ഭാര്യയായും തുടർന്ന് ശന്തനു മഹാരാജാവിൻ്റെ ഭാര്യയായും കഴിഞ്ഞ ശേഷം നിന്റെ ദേവീരൂപം കൈലാസത്തിൽ എത്തപ്പെടുമെന്നും അതുവഴി ശ്രീ പരമേശ്വരൻ്റെ പത്നിപദം നിനക്ക് ലഭിക്കും എന്നുമാണ്. ഗംഗാദേവി പരമപവിത്രയാണ്. മരണാനന്തരം ഒരുവൻ്റെ അസ്ഥി ഗംഗയിൽ ഒഴുക്കിയാൽ അയാൾക്ക് സ്വർഗത്തിൽ ഇടം ലഭിക്കുമെന്നാണ്. ഏതു പാപിക്കും ഗംഗാസ്നാനം കൊണ്ട് വിഷ്ണുപദം പ്രാപിക്കാനാകും. ഓരോ ഗംഗാസ്നാനവും 100 യാഗങ്ങൾക്ക് തുല്യമായ പുണ്യമാണ് പ്രദാനം ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നന്ദി.